ഇനി നമുക്ക് നോക്കാനുള്ളത് ഇയർ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഓട്ടൈറ്റിസ് മീഡിയയെ കുറിച്ചാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എൻ ഇൻഫെക്ഷൻ ആണ്. സോ ഓട്ടൈറ്റിസ് മീഡിയ ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ മിഡിൽ ഇയർ. നമ്മൾ സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മിഡിൽ ഇയർ എന്ന്. അതുപോലെ തന്നെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ യൂസ്റ്റേഷൻ ട്യൂബിൽ ബ്ലോക്ക്ഡ് ആവും. ബ്ലോക്കേജ് ഓഫ് യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ടായാൽ ഡ്രൈനേജ് പ്രോപ്പറായി നടക്കാതെ വരും. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഓട്ടൈറ്റിസ് മീഡിയ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസീസ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോർമലായിട്ട് കാണുകയെങ്കിൽ പീഡിയാട്രിക് ഗ്രൂപ്പിലാണ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന ഡിസീസ് കാണുന്നത്. ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫൺ ഒക്കേഴ്സ് ആൻഡ് കോംപ്ലിക്കേഷൻ ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. റെസ്പിറേറ്ററി ഇൻഫെക്ഷനെയൊക്കെ കോംപ്ലിക്കേഷൻസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓട്ടൈറ്റിസ് മീഡിയ. സോ കുട്ടികളിൽ കൂടുതലായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഓട്ടൈറ്റിസ് മീഡിയ അവരിൽ കാണുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഇതിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം കൂടുതലായിട്ട് കാണുന്നത് എന്ന് നോക്കിയാൽ അവരുടെ ഓസ്റ്റേഷൻ ട്യൂബ് ഷോർട്ടാണ്, പിന്നെ വൈഡാണ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആണ്. സോ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും നമുക്ക് അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ഫീവർ, ഓൺസെറ്റ് ഓഫ് ഇയർ പെയിൻ, പിന്നെ ക്രൈയിങ്, ഇറിറ്റബിലിറ്റി, ലെത്താർജി, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, റോളിംഗ് ഓഫ് ഹെഡ്, പുള്ളിങ് ആൻഡ് റബ്ബിംഗ് ഓഫ് ഇയർ ആൻഡ് പുർലൻ ഡിസ്ചാർജസ്, പിന്നെ അതുപോലെ തന്നെ സൈൻ ഓഫ് ഹിയറിംഗ് ലോസ്, പിന്നെ റെഡ്, ഒപ്പേക്ക്, ബൾജിങ് ആൻഡ് ഇമ്മൊബൈൽ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കുട്ടികളിൽ കാണുന്നത്. ഇനി നമുക്ക് പ്രിവെൻഷനായിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഫീഡ് കൊടുക്കുമ്പോൾ അപ്രൈറ്റ് പൊസിഷനിൽ മാത്രം ഫീഡ് ചെയ്യുക. പിന്നെ കുട്ടികളിൽ കറക്റ്റായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. പിന്നെ ടൈംലി പീരീഡിൽ വേണം നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനായിട്ട്. ഇത്രയൊക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യും. സോ ഓട്ടൈറ്റിസ് മീഡിയയിൽ വരാനുള്ള സാധ്യതയും കുറയും. പിന്നെ കുട്ടികളിൽ എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് ഒഴിവാക്കണം. ഇത്രയുമാണ് നമ്മൾ പ്രിവെൻഷനായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രിവെൻഷൻ മെഷേഴ്സായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. പേരൻസിനോട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുക, കൂടുതൽ അളവിൽ കുട്ടികളോട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയണം. പിന്നെ പെയിൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ താല്പര്യമൊന്നും കാണിക്കില്ല. സോ എൻകറേജ് ദം ടു ടേക്ക് ഇനഫ് ഫ്ലൂയിഡ്. പിന്നെ പറയേണ്ടത് നെക്സ്റ്റ് ഇനഫ് റെസ്റ്റ് കൊടുക്കണം. അതായത് അവരുടെ ആക്ടിവിറ്റീസ് ലെവൽ കുറച്ചുകൊണ്ട് റെസ്റ്റ് പീരീഡ് കൂടുതലായി നൽകുക. അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ കുറയ്ക്കണം. കുട്ടികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കഫിങ്, അതുപോലെ തന്നെ ഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെയിനിങ് ഒക്കെയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ റപ്ചർ ഓഫ് ഇയർ ഡ്രം. പിന്നെ ഡ്രൈനേജ് ഉള്ളപ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ പാരൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കണം. ഇയർ ക്ലീനിങ് പ്രൊസീജിയേഴ്സിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ഫുഡ് ഇൻടേക്ക് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് കറക്റ്റായിട്ട് വേണം നൽകാനായിട്ട്. കുട്ടികളിൽ 6 months വരെയും കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം നൽകാൻ ശ്രമിക്കുക. ഇനിയും നമ്മൾ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഫീവർ ഉണ്ടാവും, പെയിൻ, ഇതൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കൊടുക്കുക. കുറച്ച് മെഡിസിൻസ് എടുത്തു കഴിയുമ്പോൾ അവരുടെ സിംറ്റംസ് കുറഞ്ഞാലും ആൻറ്റിബയോട്ടിക്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാരൻസിനെ ഇൻസ്ട്രക്ട് ചെയ്യുക. ബിക്കോസ് ഇവിടെ ആൻറ്റിബയോട്ടിക്സ് റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പോകോക്കസ് ഫിനോമിന വരാനുള്ള സാധ്യതയുണ്ട്. സോ ആൻറ്റിബയോട്ടിക്സ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇയർ മെഡിക്കേഷൻ്റെയും ഇൻസ്റ്റാളേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ലോക്കലായിട്ടുള്ള ഹീറ്റ് അപ്ലിക്കേഷൻ, കോൾഡ് അപ്ലിക്കേഷൻ ഒക്കെയും കൊടുക്കാം. പിന്നെ അവരെ കംഫർട്ടബിൾ ആക്കുക. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെയിൻ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഡിസ്കംഫോർട്ടബിൾ ആകുന്നു. സോ പെയിൻ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ ആൻഡ് അതിൻ്റെ മാനേജ്മെൻറ്റിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.